नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ യുഗങ്ങളും യുഗപ്രവർത്തകരുമാണ് പഠിക്കുന്നത്. നമുക്കറിയാം ഹിന്ദി സാഹിത്യത്തെ 4 കാലങ്ങളായി വിഭജിച്ചിട്ടുണ്ട് അല്ലേ? ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ എന്നിങ്ങനെയായിട്ടാണ് വിഭജിച്ചത്. ആ ആധുനിക കാലത്തെ വീണ്ടും ഓരോ യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നൈകവിത എന്നിങ്ങനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ആ നൈകവിതയെ വീണ്ടും എന്താക്കിയിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അകവിത, ഹാലാവാദ്, സമകാലീൻ കവിത എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകർ ആരാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ JLT എക്സാമിന് ഹാലാവാദിൻ്റെ പ്രവർത്തകൻ ആരാണ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആരാണ് ഹാലാവാദിൻ്റെ പ്രവർത്തകൻ? ഹരിവംശറായ് ബച്ചനാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തകരുടെ പേര് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആധുനിക കാലിലെ സമയസീമ എന്ന് പറയുന്നത് 1900 മുതൽ അബ് തക്കാണ് അല്ലേ? അല്ലെങ്കിൽ 1850 മുതൽ അബ് തക്ക്. അതിലൊന്നാമത്തെ യുഗമായി വരുന്നത് ഭാരതേന്ദു യുഗമാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രവർത്തകൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, ആധുനിക ഗദ്ദിക ജനകമാണ് ഭാരതേന്ദു, അതുകൂടി ഓർമ്മ വെക്കണം. അപ്പോൾ രംഗമഞ്ച് കാ ജനകും ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്, അതും ഓർത്ത് വെക്കുക. ഭാരതേന്ദു യുഗിൻ്റെ സമയസീമ 1850 മുതൽ 1900 വരെയാണ്. രണ്ടാമത്തെ യുഗം ദ്വിവേദി യുഗമാണ്. ദ്വിവേദി യുഗ് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ് പ്രവർത്തകൻ. 1900 മുതൽ 1920 വരെയാണ് സമയസീമ. മൂന്നാമത്തത് ഛായാവാദാണ്. ഛായാവാദിൻ്റെ പ്രവർത്തകൻ ആരാണ്? ജയശങ്കർ പ്രസാദാണ്. നമ്മുടെ കാമായനി എഴുതിയിട്ടുള്ളതും ജയശങ്കർ പ്രസാദാണ്. 1920 മുതൽ 36 വരെയാണ് ഛായാവാദിൻ്റെ സമയസീമ. നെക്സ്റ്റ് വരുന്നത് പ്രഗതിവാദാണ്. പ്രഗതിവാദ് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? പ്രഗതിവാദ് നിരാലയുടെ പേരിലാണ്. സൂര്യകാന്ത് ത്രിപാഠി നിരാല. മുഴുവൻ പേര് സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്നാണ് മുഴുവൻ പേര്. ക്രാന്തികാരി കവിയാണ് നിരാല, അതുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് പ്രയോഗവാദാണ്. പ്രയോഗവാദ് 1943 മുതൽ 1954 വരെയാണ് സമയസീമ. പ്രയോഗവാദിൻ്റെ പ്രവർത്തകൻ അഗ്യേയാണ്. സച്ചിദാനന്ദ്, ഹീരാനന്ദ്, വാത്സ്യായൻ അഗ്യേ എന്നാണ് മുഴുവൻ പേര്. മുഴുവൻ പേര് പഠിക്കണം കേട്ടോ, ഷോർട്ടായിട്ട് പഠിക്കരുത്, മുഴുവൻ പേര് തന്നെ പഠിക്കണം. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും സച്ചിദാനന്ദ്, ഹീരാനന്ദ്, വാത്സ്യായൻ, അഗ്യേ എന്നിങ്ങനെ പഠിക്കണം. പിന്നെ വരുന്നത് നൈകവിതയാണ്. നൈകവിത 1954 മുതൽ ഇന്ന് വരെയാണ് സമയസീമ. നൈകവിത ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ജഗദീഷ് ഗുപ്ത്, പ്രവർത്തകൻ ജഗദീഷ് ഗുപ്താണ്. ഇനി നമുക്ക് ഈ നൈകവിതയെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഹാലാവാദ് എന്ന് പറഞ്ഞ് അകവിത, സമകാലീൻ കവിത എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അകവിതയാണ്. അകവിതയുടെ പ്രവർത്തകൻ ജഗദീഷ് ചതുർവേദിയാണ്. മാറിപ്പോകരുത്, നൈകവിത ജഗദീഷ് ഗുപ്താണ്, അകവിത ജഗദീഷ് ചതുർവേദി. ജഗദീഷ് എന്ന് വരുന്നുണ്ടോ? ഒരാൾ ഗുപ്താണ്, രണ്ടാമത്തത് ചതുർവേദിയാണ്. അകവിതയുടെ ജഗദീഷ് ചതുർവേദിയാണ്. പിന്നെ ഹാലാവാദിൻ്റെ പ്രവർത്തകൻ ഹരിവംശറായ് ബച്ചനാണ്. നമ്മൾ പറഞ്ഞു ഹരിവംശറായ് ബച്ചനാണ് ഹാലാവാദിൻ്റെ പ്രവർത്തകൻ. ലാസ്റ്റ് വരുന്നത് സമകാലീൻ കവിത. ഗീതാനാഥ് സിംഗ് ആണ് സമകാലീൻ കവിതയുടെ പ്രവർത്തകൻ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രവർത്തകരുടെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.